നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ മാതാപിതാക്കളാണ്, നമ്മുടെ ഉമ്മയും ഉപ്പയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനോടുള്ള കടപ്പാടിന് ശേഷം തൊട്ടുടനെ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്കറിയാമോ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അല്ലാഹുവേ, അവർക്ക് രണ്ടുപേർക്കും നീ കരുണ ചെയ്യണമേ, അവർ എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ നമുക്ക് ഏറ്റവും പ്രധാനം മാതാപിതാക്കളുടെ ഇഷ്ടം നേടിയെടുക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത് അവരോട് ഛേ എന്ന വാക്ക് പോലും പറയാൻ പാടില്ല. വലാ തഖുൽ ലഹുമാ ഉഫിൻ. അവരോട് മാന്യമായി നിങ്ങൾ സംസാരിക്കണം. എന്നിട്ട് പറയുകയാണ് വഹ്ഫിള് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. നിങ്ങൾ കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് വിരിച്ചു കൊടുക്കുക. വഖുർ, എൻ്റെ നിങ്ങൾ പറയണമെന്ന് അള്ളാഹു നമ്മോട് പറയാണ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നമ്മൾ ജീവിതത്തിൽ ആത്മാർത്ഥമായി അവരോടുള്ള സ്നേഹം ഈ അർത്ഥത്തിലെങ്കിലും പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവേ, എൻ്റെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യം ചെയ്യണമേ, അവരെന്നെ ചെറുപ്പത്തിൽ എത്ര കഷ്ടപ്പെട്ടാണ് പോറ്റി വളർത്തിയത്. ഈ പ്രാർത്ഥന നിരന്തരമായി നമ്മൾ ഉരുവിടുക. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ.